ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. അരി അരയ്ക്കുകയും വേണ്ട, ഉഴുന്നും വേണ്ട, മാവ് പുളിക്കാനായിട്ട് നമ്മൾ മണിക്കൂറോളം കാത്തു വയ്ക്കുകയും വേണ്ട. ഇത് അവിലുപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് 1 കപ്പ് അവിൽ വേണേ. 1 കപ്പ് അവിലിലേക്ക് ഞാൻ 1 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് അവിലും അതുപോലെ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ നമ്മൾ കുതിർത്തെടുക്കണവേ ഇതുപോലെ നമ്മൾ കുതിർത്തെടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് റവയാണ് വേണ്ടത്. റവ ഒരു 3-4 സ്പൂൺ അളവിൽ റവ വേണം. ഒരു 1/4 കപ്പ് അളവിൽ തൈര് വേണേ. ഒത്തിരി പുളിയില്ലാത്ത തൈര് വേണം. അതുപോലെ തന്നെ തേങ്ങ വേണം. തേങ്ങ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവേ. പിന്നെ വേണ്ടത് റൈസ് പൗഡറാണ്. ഒരു 3 സ്പൂൺ അളവിൽ റൈസ് പൗഡർ വേണവേ. ഇത് ഇത്രയും നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ റൈസ് പൗഡറും നമ്മൾ ആവിൽ കുതിർത്ത് വെച്ച അതും ഈ ആവിൽ കുതിർന്ന ബാക്കി വരുന്ന വെള്ളം ഉൾപ്പെടെ വേണേ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാൻ. റവയും നമ്മൾ തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇനി ഇതൊന്ന് അരച്ചെടുക്കണവേ. നല്ല രീതിയിൽ തന്നെ നമ്മൾ അരച്ചെടുക്കണം. ആവശ്യത്തിന് നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവേ. അവൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു ധാന്യമാണ്. ഇതിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ച് പ്രോട്ടീനും മറ്റു പോഷകങ്ങളും ലഭിക്കുകയും പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിക്കുമ്പോൾ നമുക്ക് ഊർജ്ജവും നൽകാൻ ഇത് സഹായിക്കുകയെ. ഇതുപോലെ നമ്മൾ അരച്ച് ഇതുപോലെ ഒന്ന് എടുക്കണവേ. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ മാവിലൊന്ന് കലക്കിയെടുക്കണേ. നമ്മുടെ ദോശമാവിൻ്റെ അതേ പരുവത്തിൽ തന്നെ വേണം. നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് കലക്കിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കണം. അവിൽ പല രീതിയിലും തയ്യാറാക്കുക എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇന്ന് നമ്മൾ അവിൽ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിലൊരു ദോശയാണ് തയ്യാറാക്കുന്നത്. ഹെൽത്തി ആയിട്ടും രുചിയായിട്ടും ഒട്ടും കുറവില്ലാത്ത നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. ഈ ദോശമാവിൻ്റെ കട്ടിയിൽ വേണേൽ നമ്മൾ ഈ മാവ് കലക്കിയെടുക്കാനേ. ഈ മാവ് നമ്മൾ പുളിക്കാൻ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. രാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കേണ്ട ദിവസങ്ങളിൽ ഈ റെസിപ്പി ശരിക്കും ഉപകാരപ്പെടുവേ. ഈ ഒരു ദോശ ഉണ്ടാക്കുന്നതിന് നമ്മൾ അരി അരയ്ക്കുകയും വേണ്ട, ഉഴുന്നും വേണ്ട, മാവ് പുളിക്കാനായിട്ട് നമ്മൾ കാത്തു നിൽക്കുകയും വേണ്ടായേ. നമ്മൾ ഇതുപോലെ ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ദോശയാണ് ഇത്. ഇതുപോലെ നമ്മൾ ദോശക്കല്ലിൽ ഒഴിച്ച് ഇതുപോലെ നമ്മുടെ ആവശ്യാനുസരണം കട്ടിയിൽ നമുക്ക് പരത്തി കൊടുക്കാവേ. ഇതേ രീതിയിൽ നമ്മൾ പരത്തി നമുക്ക് ഇത് ചുട്ടെടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു ദോശയിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർക്കുമ്പോൾ ദോശയ്ക്ക് നല്ലൊരു രുചിയും കിട്ടുവേ. തേങ്ങ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാവേ. വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഇനി നമുക്കിതാ ഈ ഒരു ദോശ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവേ. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയുമാണ് ഈ ഒരു ദോശ. നമുക്കിനി ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ദോശയും നമുക്ക് ചെയ്തെടുക്കാവേ. ഈ ഒരു ദോശ നമുക്ക് ചമ്മന്തിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള ഏത് കറിയുടെ കൂടെയും നമുക്കിത് കഴിക്കാവുന്നതാണ്. കറിയുടെ കൂടെ അല്ല, നമുക്ക് അല്ലാതെ വേണേലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. നമ്മൾ തേങ്ങ ഒക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ ഇത് കറിയില്ലാതായാലും നമുക്ക് ഈ ഒരു ദോശ കഴിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റാണ്. ഈ റെസിപ്പി നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയണേ. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം.